നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നത് ഫോഴ്സിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ ആദ്യം ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ വെലോസിറ്റി, പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവായിട്ട് ആക്സിലറേഷൻ. ആക്സിലറേഷനെ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫോഴ്സ് കിട്ടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വർക്ക്, എനർജി, പവർ ആണ്. സോ ഇത് 3 ടേംസ് ഉണ്ട് അല്ലേ? വർക്ക് ഉണ്ട്, എനർജി ഉണ്ട്, പവർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടേംസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പം ആദ്യത്തെ ടേം എന്തായാലും വർക്കാണ്. വർക്ക് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആയിട്ടുണ്ടാകുന്ന എന്താണോ അതിനെയാണ് നമ്മൾ വർക്ക് എന്ന് സാധാരണയായിട്ട് പറയുന്നത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന് ബലം കൊടുക്കുന്നു, ആ ബലം കൊടുക്കുമ്പോൾ ആ വസ്തു നീങ്ങും അല്ലേ? അപ്പം അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, ചെറിയൊരു മാറ്റം ഉണ്ടാകും. ആ മാറ്റവും ആ കൊടുക്കുന്ന ബലവും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ വർക്ക് കണ്ടുപിടിക്കാം, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വർക്ക്, എനർജി, പവറിലെ വർക്കായിരിക്കും ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞ് എനർജിയിലേക്ക് വരും, ദെൻ പവറിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മളൊരു ചെറിയ കാര്യം പഠിക്കാനുണ്ട്. നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? വെക്ടേഴ്സ് അഡീഷൻ പഠിച്ചിട്ടുണ്ട്, സബ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വെക്ടറിന് 2 ടൈപ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. സാധാരണ പോലെയല്ല, 2 ടൈപ്പ് മൾട്ടിപ്ലിക്കേഷനാണ് വെക്ടറിനുള്ളത്. അപ്പം അതൊരു ബേസിക് മാത്തമാറ്റിക്കൽ ഐഡിയ ആണ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും ആ കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പം എന്തിനാണ് ആ കാര്യം അറിയുന്നത് നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മൾ ആദ്യമേ വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചൊന്ന് ഇവിടെ നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ വർക്ക്, എനർജി, പവർ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളുടെ ബേസിക് കാര്യം അറിഞ്ഞിരിക്കണം, എന്നാലേ അതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 വെക്ടേഴ്സ് പഠിക്കുന്നത്. അപ്പം എപ്പോഴും ഓർക്കുക, 2 വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് ഡോട്ട് പ്രോഡക്റ്റ്, 2 ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം എന്താണ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ? അതിനൊരു വാല്യൂ, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, അതുപോലെ തന്നെ അതിനൊരു ഡയറക്ഷനും ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മുടെ 2 വെക്ടേഴ്സ് ഉണ്ടെന്ന് കരുതുക. 2 വെക്ടേഴ്സ് എടുത്തു, അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? വേറെ ഒരു പുതിയ ക്വാണ്ടിറ്റി കിട്ടുകയാണ് അല്ലേ? ആ ക്വാണ്ടിറ്റിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, 2 വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അതൊരു വെക്ടർ ആകാം, അല്ലെങ്കിൽ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആകാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ 2 വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്കെയിലാറും കിട്ടാം, അല്ലെങ്കിൽ ഒരു വെക്ടറും കിട്ടാം. ഓക്കെ, അങ്ങനെ സ്കെയിലാർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. വെക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. അതുകൊണ്ടാണ് 2 രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ വെക്ടറിൻ്റെ കേസിൽ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം